സുബ്ഹാനല്ലാഹ്, പോകണ്ട. ഈ അടുത്ത കാലത്ത് കൽബ് കുളിരണിയിച്ച സംഭവം നിങ്ങൾ കേട്ടിട്ടില്ലേ? തളിപ്പറമ്പ് പ്രദേശ സുഹൈല എന്ന് പറയുന്ന 26 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടി സ്വലാത്ത് ചൊല്ലിയിട്ട് അങ്ങോ അധികം സ്വലാത്ത് ചൊല്ലി അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 2 പ്രാവശ്യം മനാമിൽ കണ്ടു. ഒന്നും ഉസ്താദിനോട് വന്ന് പറഞ്ഞു, യാ ഉസ്താദേ, അള്ളാന്റെ ഹബീബിനെ ഞാൻ കണ്ടിരിക്കുന്നു നബിയേ. അങ്ങനെ ഭർത്താവും വെച്ചു ഉംറക്ക് പോയതല്ലേ. ഉംറക്ക് പോയപ്പോൾ ആ പെൺകുട്ടി 26 വയസ്സ് മാത്രം 2 കുട്ടികളുടെ ഉമ്മയാകുന്ന ആ സുഹൈല എന്ന് പറയുന്ന ചെറുപ്പക്കാരി ഉസ്താദിനോട് സാധാരണ പറയാറുണ്ട്, യാ ഉസ്താദ്, എനിക്ക് ഉംറക്ക് പോകണം, പക്ഷേ മദീനയിലേക്ക് അങ്ങ് പോകാൻ കഴിയുമെന്ന് തോന്നില്ല, റൗദന്റെ അടുത്ത് എനിക്ക് എത്താൻ കഴിയുമെന്ന് തോന്നുന്നില്ല, കാരണം എൻ്റെ കൽബ് പൊട്ടിപ്പോകും, ഞാൻ മരിച്ചു പോകും, എനിക്ക് ആ റൗദ കാണുമ്പോൾ എൻ്റെ ഹൃദയം പൊട്ടിപ്പോകും ഉസ്താദേ, എനിക്ക് വല്ലാത്ത പേടിയാകുന്നു. ആ 26 വയസ്സ് മാത്രം പ്രായമുള്ള സുഹൈല എന്ന പെൺകുട്ടി ഉംറക്ക് പോയി. സുബ്ഹാനല്ലാഹ്, ഉംറ കഴിഞ്ഞു. പിന്നെ 2 ഉംറ കഴിഞ്ഞു. അവസാനത്തെ ഉംറക്ക് റൂമിൽ നിന്ന് പുറപ്പെടുമ്പോൾ മക്കളെ വിളിച്ച് വയസ്സിന് 6 വയസ്സുള്ള കുട്ടിയോട് ഉപദേശം, മോനെ, ഈ ചെറിയ കുട്ടി നീ നല്ലവണ്ണം നോക്കണം, അവരെ കുളിപ്പിക്കണം, ഭക്ഷണം അഴിയണം. എന്നിട്ട് റൂമിലുള്ളവരോടൊക്കെ ഉപദേശിക്കുന്നു, ഇനി ഞാൻ ഇങ്ങോട്ട് വന്ന് കൊള്ളണമെന്നില്ല, ഞാൻ മടക്കമുണ്ടെന്ന് തോന്നുന്നില്ല. ഉംറയും കഴിഞ്ഞു, തവാഫ് കഴിഞ്ഞിട്ട് സുബ്ഹാനല്ലാഹ് ഹജറുൽ അസ്വദ് ചുംബിക്കാനുള്ള ഭാഗ്യം ആ പെൺകുട്ടിക്ക് അല്ലാഹ് കൊടുത്തു. അങ്ങനെ ഹജറുൽ അസ്വദ് ചുംബിച്ചുകൊണ്ട് മഖാം ഇബ്രാഹിം അടിയിൽ വെച്ചുകൊണ്ട് മറ്റുള്ള പെൺകുട്ടികളൊക്കെ പ്രൊട്ടക്ഷൻ കാവൽ നിർത്തിക്കൊണ്ട് അവിടുന്ന് 2 റക്അത്ത് നിസ്കരിക്കുകയും ചെയ്തു. എന്നിട്ടതാ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം 26 വയസ്സ് മാത്രമുള്ള ചെറുപ്പക്കാരിയായ പെണ്ണ്, യാ ഉമ്മമാരെ, വാട്സപ്പിൽ സമയം കളയണ്ട, ഇന്റർനെറ്റിൽ സമയം കളയണ്ട, കിട്ടുന്ന സമയം ഉപയോഗിച്ചുകൊണ്ട് ആരംഭപ്പോയ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്നേഹം കാണിച്ചോ, തങ്ങളെ പേര് സ്വലാത്ത് ചൊല്ലിക്കോ. ആ പെൺകുട്ടി അതാ ഹിജ്ർ ഇസ്മായിൽ മഖാം ഇബ്രാഹിമിന്റെ അരികിൽ വെച്ച് തവാഫിന് ശേഷം 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചതിന് ശേഷം കൂടെയുള്ള പെണ്ണുങ്ങളൊക്കെ അവിടെ നിർത്തിയിട്ട് അതാ കൽബ് നൊന്ന് ദുആ ചെയ്യുന്നു. റബ്ബിനോട് കരഞ്ഞ് ദുആ ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, പെണ്ണ് അവിടെ മരിച്ചു വീണു. പിന്നെ ആ പെണ്ണിന് ശരീരത്ത് റൂഹില്ല. എന്തൊരു ഭാഗ്യമുള്ള മരണമാണ്, കൊതിച്ചു പോകുന്ന മരണമാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ പേര് സ്വലാത്ത് വർദ്ധിപ്പിച്ചപ്പോൾ പരിശുദ്ധമായ നാട്ടിൽ പോയി മരിച്ചില്ലേ. മരിച്ചു എന്ന് മാത്രമല്ല, അവിടുത്തെ ജന്നത്തുൽ മുഅല്ലയിൽ മറ്റുള്ള മനുഷ്യന്മാരെ, നാട്ടുകാരല്ലാത്ത നാട്ടുകാരെ അവിടെ മറ ചെയ്യുന്ന പതിവ് നിർത്തിയിരിക്കുന്നു. പക്ഷേ ഈ പെൺമയുടെ സുഹൈല എന്ന പെൺകുട്ടിയുടെ 2 മക്കളെ മുഖം കണ്ടപ്പോൾ, ആ പിഞ്ചു പൈതങ്ങൾ മുഖം കണ്ട സമയത്ത് അവിടെയുള്ള മുത്തവ്വമാർക്ക്, അറബിമാർക്ക് വല്ലാത്ത സങ്കടം തോന്നി. ഈ പെൺകുട്ടിയെ, 26 വയസ്സുള്ള ആ ഭാഗ്യവതിയായ പെണ്ണിനെ ജന്നത്തുൽ മുഅല്ലയിൽ തന്നെ അടങ്ങിക്കോ, ഞങ്ങൾക്ക് സമ്മതം തരാം. എന്തൊരു ഭാഗ്യവതിയാണ് സഹോദരിമാരെ. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേര് സ്വലാത്ത് വർദ്ധിച്ചപ്പോൾ അല്ലാഹുവിന്റെ ഹബീബിനെ കണ്ടില്ലേ.